അങ്ങനെ വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു ശനിയാഴ്ചത്തെ, അതായത് ഇന്നലത്തെ എപ്പിസോഡ്. നമ്മുടെ 4-ാം തീയതിത്തെ എപ്പിസോഡ് വളരെ ഒരു സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ഹാപ്പി ആയി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റേ ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഗബ്രിക്കും ജാസ്മിനും പിന്നെ ഋഷിക്കും അൻസിബയ്ക്കും തോന്നിയതെന്ന് വെച്ചാൽ അൻസിബ പുറത്ത് പോകുന്നതാണ്. പക്ഷേ ഗബ്രിക്കും ജാസ്മിനും തോന്നിയത് അൻസിബ പുറത്ത് പോകുന്നു. എന്തൊരു കോൺഫിഡൻസ് ആയിരുന്നു നിൽക്കുന്ന നിൽപ്പുണ്ടിൽ. എടുക്ക് പോവും കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. എടുക്ക് ചെന്നെടുക്ക് നിങ്ങളെടുക്ക് എന്നുള്ള രീതിയിൽ എടുത്ത് അൻസിബ അത് സ്ക്രാച്ച് ചെയ്ത് പകുതിയെ സ്ക്രാച്ച് ചെയ്തുള്ളൂ. അതിനകത്ത് പകുതി സ്ക്രാച്ച് ചെയ്തപ്പോൾ അൻസിബ ആൻഡ് ഋഷി എന്ന് കണ്ടപ്പോൾ അപ്പോഴും വിചാരിച്ചു ഇവർ രണ്ടുപേർ സേവായി, അവർ രണ്ടുപേർ കുടുങ്ങിയെന്ന്. ഇച്ചിരി കണ്ടില്ലേ രണ്ടിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം സേവ്ഡ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കണ്ടില്ല. പിന്നെ ബിഗ് ബോസ് പറഞ്ഞു അത് നല്ലപോലെ സ്ക്രാച്ച് ചെയ്യാൻ. അങ്ങനെ ഋഷി മേടിച്ച് നല്ലപോലെ സ്ക്രാച്ച് ചെയ്തപ്പോൾ ഗബ്രിയുടെ ഒരു വോയിസ് ആയിരുന്നു, അവർ രണ്ടും സേവായി. മറ്റേ അർജുനോടും രശ്മിനോടൊക്കെ പറഞ്ഞു അവർ രണ്ടുപേരും സേവായി, ഇത് ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളാണ്. എന്നിട്ട് ചിരിക്കുകയാണ്. അതായത് കമന്നടിച്ച് വീണാലും മീശയിൽ മണ്ണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴയ ഒരു ചൊല്ലുണ്ടല്ലോ. എന്നിട്ട് അകത്ത് പോയിട്ട് ആ സ്ക്രീൻ വലിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചിരി നമ്മുടെ ഗബ്രി. ഞാൻ പ്രതീക്ഷിച്ച യെസ് ഇറ്റ്സ് മീ എന്തോ ഇവൻ ജയിച്ച പോലെയാണ്. ഉള്ളിൽ വിഷമമാണ്, ഈ പൂമോള് കാരണമാണല്ലോ നമ്മൾ ഈ ഗതിയിലായത് എന്നാണ്. നേരത്തെ എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഗബ്രി 4 ടീമിൽ നിന്ന് മാറിയത്? അല്ല സാർ, അല്ല ലാലേട്ട, എനിക്ക് കാണണമായിരുന്നു, എനിക്ക് പബ്ലിക് എന്താണ്, പ്രേക്ഷകരുടെ വിധി എന്താണ്, പ്രേക്ഷകർ എന്താണ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് വിട്ടത് എന്ന് പറഞ്ഞ് ഭയങ്കര തള്ളലായിരുന്നു. എന്നിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കെട്ടിപ്പിടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഋഷിയും ഇവരൊക്കെ കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുക. ഈ രണ്ടെണ്ണം ഭയങ്കര ചിരിയും മേളം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും ഇരുന്നിട്ട് ഭയങ്കര എന്നെ കെട്ടിപ്പിടിയും ചുമ്മാ. അതായത് ഇവർ പുറത്ത് പോകത്തില്ല എന്നുള്ള ഒരു ഫുൾ കോൺഫിഡൻസിലായിരുന്നു ഈ രണ്ടുപേർ. പക്ഷേ കാരണം അൻസിബ വീക്കാണെന്നാണല്ലോ ഇവരുടെ പറച്ചിൽ. പിന്നെ ഗബ്രിക്ക് സ്ഥിരമുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഉളിപ്പില്ലാത്തവളെ നിലവാരമില്ലാത്തവളെ, ഇത് മാത്രമല്ലേ പറയുള്ളൂ. നിനക്ക് എന്ത് കളിക്കാനറിയാം, നിനക്ക് എന്ത് ഗെയിമാണ് അറിയാവുന്നത് എന്നുള്ള. കാരണം ഇവനാണ് ഭയങ്കര ഗെയിമർ എന്നാണ് ഇവൻ്റെ ഒരു വിചാരം. എന്താണേലും നൈസായിട്ട് പുറത്ത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പരിപാടി മുഞ്ചിപ്പോയേനെ, അത് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ അഖിൽമാരാർ ഒരു പുകിലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഈ രണ്ടുപേരായിട്ട് വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ വെളിയിൽ പോയിട്ട് ഇവൻ്റെ കാര്യം എന്താവുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുപോലത്തെ ആൾക്കാരൊന്നും ഇങ്ങനത്തെ പരിപാടികളിൽ വന്നിട്ട് ഇങ്ങനത്തെ വളിപ്പായി പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 19 ദിവസം നിന്ന് ഒരു 20,000 രൂപ ഒരു ദിവസം കിട്ടിയാലും ഒരു 10 ലക്ഷം രൂപ കിട്ടിക്കാണും. ഈ 10 ലക്ഷത്തോടെ ഇവൻ്റെ ജീവിതം കഴിഞ്ഞു. 1-2 കടയോ അതോ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചാലും അത് മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ മെയിനായിട്ട് ഇതിനകത്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ആൾക്കാരെ വിളിക്കില്ല. ഇതുപോലത്തെ ആൾക്കാർക്ക് സിനിമ കിട്ടില്ല. ഇതുപോലത്തെ ആൾക്കാർക്ക് സിനിമ കിട്ടുകയാണെങ്കിലും ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ആയി പോകും. ഇതുപോലത്തെ ആൾക്കാരെ നല്ല റോളുകളിലേക്കൊന്നും ഇതാക്കില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അതായത് പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇന്ത്യയിൽ നമ്മളെ ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുന്നതും സിനിമാക്കാരെ വളർത്തുന്നതും ഒക്കെ. ഒരു സിനിമാക്കാരൻ മോശമായിട്ട് ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തൊലഞ്ഞു. അതിനൊരു എക്സാമ്പിളാണ് ദിലീപ് എന്ന് പറയുന്ന ഒരാൾ. അതുപോലെ ഒരുപാട് എക്സാമ്പിളുണ്ട്, അതിലോട്ട് നമുക്ക് പോകണ്ട. അങ്ങനെ മെയ് 4-ാം തീയതിത്തെ എപ്പിസോഡ് ഭയങ്കര സംഭവമായിരുന്നു. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. ജാസ്മിൻ്റെ ഓവർ ആക്ഷൻ കാരണം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവളിങ്ങനെ ചിരിക്കുകയാണോ കരയുകയാണോ എന്നാണ് മനസ്സിലാവാത്തത്. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് അതാണ്. പിന്നെ ഗബ്രി എന്ന് പറഞ്ഞാൽ ഗബ്രി എത്ര തോറ്റാലും മതി വരാത്ത ഒരാളാണ്. അവന് ഒരിക്കലും വിജയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ആൾക്കാർ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ കാണിച്ച തന്നെ യെസ് എന്നും പറഞ്ഞുകൊണ്ട് തോക്കാനായിട്ട് നിൽക്കുകയായിരുന്നുള്ളൂ. നീ സത്യം പറയടാ മയിലെ എന്നാണ് അത് കാണുമ്പോൾ ചോദിക്കാൻ തോന്നിയത്. എന്താണെങ്കിലും പുറത്ത് പോയിട്ട് ഇനി ഒരുപാട് ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ ആയിട്ട് വരും, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇരുന്നാൽ അവന് കൊള്ളാം. പക്ഷേ അവൻ പോകാൻ നേരത്തെ ഒരു പണി വെച്ചിട്ടാണ് പോയത്. ജാസ്മിനോട് മാത്രം അവൻ ബൈ പറഞ്ഞില്ല, ജാസ്മിൻ്റെ പേരേ പറഞ്ഞില്ല. ലാലേട്ടൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും താങ്ക്സ് പറയുമ്പോൾ അതെന്താണ് സംഭവിച്ചതെന്നാണ് ഒരുപാട് ആൾക്കാർ ആലോചിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മരുവൻ്റെ കൂടെ കൂട്ടുകൂടിയത് കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, ഞാനിപ്പോൾ തന്നെ ഔട്ടാവാൻ കാരണം അവളാണ് എന്നുള്ളത് ആ ഒരു ബോധ്യം വന്നെന്ന് തോന്നുന്നു. ആ ഒരു ബോധം വന്നാൽ അവൻ രക്ഷപ്പെടും. ഈ വെളിയിൽ പോയിട്ട് ഇത് പിന്നെ ലാസ്റ്റ് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് സഹോദരങ്ങളെ കിട്ടി എന്നാണ് പറഞ്ഞിട്ട്. എനിക്കൊരു പ്രണയം കിട്ടിയെന്ന് അവൻ പറഞ്ഞിട്ടില്ല. സൗഹൃദമാണല്ലോ, അതാണ് ഇവരുടെ ഒരു ലൈൻ. എല്ലാം ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് ഒരാൾക്കാരാണ്. എന്താണേലും പുറത്ത് പോയി വീട്ടിൽ പോയിട്ട് സ്വയം തെറി പറഞ്ഞ് പഠിക്കായിരിക്കും. എന്തിനാ ഞാൻ അവളുടെ കൂടെ കൂട്ടുകൂടിയത്? ഞാൻ വിചാരിച്ചത് ഭയങ്കര കണ്ടൻ്റ് ആണെന്നാണല്ലോ. എന്താണ് സംഭവിച്ചത്? വല്ല അങ്കിളോ ആൻറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് അവർ 2 തെറി പറഞ്ഞിട്ട് പോകും. എടാ, നിന്നോട് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടില്ലേ നിൻ്റെ ഈ കമ്മി സ്വഭാവം കാരണം ജീവിതത്തിലെങ്ങും എത്താതെ പോകുന്നത്? അതാണിപ്പോൾ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 4 തെറി പറഞ്ഞിട്ട് പോകുമായിരിക്കും. എന്താണേലും നല്ല രസമുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് അർജുനെ കൂടെ പുറത്താക്കിയാൽ, അല്ലെങ്കിൽ നോറയെ പുറത്താക്കിയാൽ സമാധാനമായി. പിന്നെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് ഡീസൻ്റായിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് നല്ല രീതിയിലുള്ള ഗെയിമുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അടുത്ത ആഴ്ചകളിൽ രശ്മിൻ, അപ്സര ഇതുപോലത്തെ ടീംസൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ
നല്ല രസമായിരിക്കും. ജാസ്മിൻ ഒരു 2-3 ആഴ്ച കൂടെ അവിടെ ഉണ്ടാവട്ടെ, അത് കഴിഞ്ഞ് അവൾ പുറത്ത് പോയിക്കോട്ടെ. പിന്നെ വിന്നർ ആരായിരിക്കും, അതാണ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ബയാസ്ഡാണ്, പ്രശ്നമാണ്, കാസ്റ്റിംഗ് കൗച്ച് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ കാരണം വെളിയിൽ കുറേ പുക്കാറുണ്ടായെങ്കിലും അതാണ് ഈ ഒരു എഫക്റ്റ് വരാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഗബ്രി ഔട്ടായതാണ്. ഗബ്രിയെ ഇവർ മനഃപൂർവ്വം ഔട്ടാക്കിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും സംഭവിച്ചതൊക്കെ നല്ലതിന് അടുത്ത വരുന്ന ദിവസങ്ങളിൽ കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്.